ഹലോ ഗൈസ്, വെൽക്കം ടു വിദ്യ എഡ്യൂക്കേഷൻ. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന പുതിയ പോയത്തിൻ്റെ പേര് ഈസ്റ്റർ 1916 ബൈ WB യേറ്റ്സ്. അതിനു മുമ്പ് ചെറിയൊരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ഉണ്ട്, അതോടെ എനേബിൾ ചെയ്യുക. അപ്പം കൂടുതൽ മുഖവരിയില്ലാതെ നമുക്ക് അതിൻ്റെ സമ്മറിയിലേക്ക് തന്നെ പോകാം. അപ്പം ആദ്യം പറയാൻ പോകുന്നത് ലൈൻസ് 1 to 4 സമ്മറിയാണ്. അപ്പോൾ I have met them at close of day, coming with vivid faces from counter or desk among grey 18th century houses. ഇതിൽ ഈഡ്സ് പറയുന്നത് അദ്ദേഹം കുറച്ച് ആൾക്കാരെ കാണുകയുണ്ടായി. വിവിഡ് ഫേസുകളുള്ള, പലതരത്തിലുള്ള ഫേസുകളിലുള്ള ആളുകളെ അദ്ദേഹം മീറ്റ് ചെയ്തു. എപ്പോഴാണ് മീറ്റ് ചെയ്തത്? അറ്റ് ക്ലോസ് ഓഫ് ഡേ എന്ന് വെച്ചാൽ ഒരു ദിവസം അവസാനിക്കുന്ന നിമിഷത്തിൽ, അദ്ദേഹം ഒരു ബിസിനസ് ഡേയിൽ അവസാനിക്കുന്ന നിമിഷത്തിൽ, ഒരു പ്രോബ്ലി ഒരു 5 മണി 6 മണി സമയമായിരിക്കാം, നമുക്കത് ഉദ്ദേശിക്കാം, അങ്ങനെ ഉദ്ദേശിക്കാം. ആ സമയത്ത് കുറച്ച് മനുഷ്യരെ അദ്ദേഹം കാണുവാൻ ഇടയായി. ആ മനുഷ്യർ തന്നെ അറിയാവുന്നവരും തനിക്ക് അറിയാവുന്നവരുമാണെന്നാണ് ഈഡ്സ് പറയുന്നത്. അവരുടെ മുഖങ്ങളെല്ലാം പലതരത്തിൽ വിവിഡ് ഫേസസ് ആണ്. അവരുടെ മുഖങ്ങളെല്ലാം വിവിഡ് ഫേസസ് ആണ്. അപ്പോൾ വിവിഡിൻ്റെ അർത്ഥം നമുക്കറിയാം. വിവിഡ് എന്ന് വെച്ചാൽ ആക്റ്റീവായിട്ടിരിക്കുക. അപ്പോൾ ആക്റ്റീവായിട്ടുള്ള ഫേസുകളുള്ള മനുഷ്യരെ താൻ കണ്ടു. എവിടെ വെച്ചാണെന്നാണ്? സ്ഥലം എന്ന് പറഞ്ഞാൽ ഡംബ്ലിൻ ആണ്. ഡംബ്ലിൻ, DUBLIN, ഡംബ്ലിൻ. ഡംബ്ലിൻ എന്ന് വെച്ചാൽ അയർലൻഡിൻ്റെ ക്യാപിറ്റലാണ്. യൂറോപ്യൻ കൺട്രിയായ അയർലൻഡിൻ്റെ ക്യാപിറ്റലാണ്. അപ്പം ആ സ്ഥലത്തെ വൈകുന്നേര സമയത്ത് താൻ കുറേ ആളുകളെ കാണുവാൻ ഉണ്ടായി എന്ന് ഈഡ്സ് പറയുന്നു. എന്നിട്ട് ഈഡ്സ് പറയുകയാണ്, ദേ ആർ ഫ്രം കൗണ്ടർ ഓർ ഡെസ്ക് എമോങ് ഗ്രേ 18th century ഹൗസസ്. അവർ ഇപ്പം ജോലി കഴിഞ്ഞ് വരുന്ന വ്യക്തികളാണ്. അവർ ഒരു ഡെസ്കിൻ്റെയോ ഒരു കൗണ്ടറിൻ്റെയോ പിന്നിലിരുന്ന് ജോലി ചെയ്തിട്ട് അവിടെ വന്ന് സമയം ചെലവഴിക്കുന്ന വ്യക്തികളാണെന്നാണ് ആര് പറയുന്നത്? ഈഡ്സ് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ ജോലിക്ക് പോകും, അല്ലെങ്കിൽ ക്ലർക്കായിട്ട് ജോലിക്ക് പോകും. അപ്പോൾ അത്തരത്തിലുള്ള റെഗുലർ ജോബുകളുള്ള വ്യക്തികളാണ് താൻ കണ്ട ഈ മനുഷ്യരെന്നാണ് ഈഡ്സ് പറയുന്നത്. പക്ഷേ ഈഡ്സ് അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. താൻ ഒരിക്കലും എന്താ പറയുന്നത്, അങ്ങനെയൊന്നും വരില്ല, അങ്ങനെയൊന്നും ആകില്ല. കാരണം വെച്ചാൽ താൻ അങ്ങനെ ഒരു ഡെസ്കിൻ്റെ പിന്നിലിരിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതൊരു കവിയായിട്ട് തന്നെ ആയിരിക്കുമെന്നാണ് ഇവിടെ WB ഈഡ്സ് പറയുന്നത്. അതാണ് 1 തൊട്ട് 4, 1 to 4 ലൈൻസിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അടുത്ത ലൈൻസ് 5 to 8 ആണ്. അത് വലിയ പാടൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ലൈൻസുകളാണ്. അത് തുടങ്ങുന്നത് I have passed with a nod of the head or polite meaningless words or have lingered a while and said polite meaningless words. അപ്പം പൊളൈറ്റ് മീനിങ്ലെസ് വേർഡ്സ് എന്ന് പറഞ്ഞ ആ ടേം 2 പ്രാവശ്യം അവിടെ യൂസ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അവിടെ പറയുന്നത്. നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ, നമുക്കറിയാവുന്ന ആ വ്യക്തികളെയൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? തല ഇങ്ങനെ കുലുക്കിയിട്ട് എന്ത് പറയും? ശരി, ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും, അല്ലേ? സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. പക്ഷേ നമ്മളിത് എന്താ പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നു. ഡെയിലി ഉള്ള കോൺവെർസേഷനാണ്, എപ്പോഴും ബോറിംഗ് ആണ് അതൊക്കെ, അല്ലേ? നമ്മൾ ആക്റ്റീവായിട്ടൊന്നുമല്ല അപ്പം മിണ്ടുന്നത്. ചോദിക്കുമ്പം ആൻസർ പറയുന്നു, പോകുന്നു. ആ ഒരു രീതി മാത്രമേ നമ്മളവിടെ ഫോളോ ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോഴോ എവിടെയെങ്കിലും നമുക്കറിയാവുന്ന ഏതെങ്കിലും പാർട്ടിക്ക് ചെല്ലുമ്പോഴൊക്കെ നമ്മളിങ്ങനെ തലയാട്ടിയിട്ടൊക്കെ നിൽക്കത്തില്ലേ? ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ കാണുമ്പോൾ മാത്രം നമ്മളെന്ത് ചെയ്യും? ഒരുപാട് നേരം സംസാരിക്കും. പക്ഷേ ബാക്കിയുള്ളവരോട് എങ്ങനെയാണ്? ജസ്റ്റ് തലയാട്ടി ശരി 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 എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അതാണ് അവിടെ ഈഡ്സ് അവിടെ കാണിച്ചിരിക്കുന്നത്. I have passed with the nod of head. ഞാനിങ്ങനെ തല ഇങ്ങനെ കുലുക്കി എന്താ ആട്ടി പോയി. പൊളൈറ്റ് മീനിങ്ലെസ് വേർഡ്സ്, ഒട്ടും എന്താ പറയുന്നത്, പൊളൈറ്റായിട്ട് ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവിടെ പോയിട്ടിൻ്റെ ഒരു ഇമോഷൻ പറയുന്നുണ്ട്. ഇമോഷൻ എന്ന് വെച്ചാൽ ബോറിംഗ് ആണ് സംഭവം. ഈ ഇങ്ങനെ എപ്പോഴും എന്താ സുഖമായിട്ടിരിക്കുന്നു, നല്ലതായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പോകുന്നത് തന്നെ ബോറിംഗ് ആണ്. പക്ഷേ ആ ബോറിംഗ് മെൻറ്റാലിറ്റി ഈ പോയിട്ട് ഈഡ്സ് എന്തു ചെയ്യുന്നില്ല? പുറത്ത് കാണിക്കാതെ ഓക്കെ. കാരണം നല്ലൊരു വ്യക്തിയാണ് ആര്? WB ഈഡ്സ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ എന്താ പുറത്ത് കാണിക്കാതെ എല്ലാത്തിനും ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറഞ്ഞ് അങ്ങനെ പാസ് ചെയ്ത് പോയി. ചിലരെ കാണും അവിടെ ലിങ്കേർഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നിൽക്കും, വീണ്ടും പൊളൈറ്റ് ആയിട്ടുള്ള മീനിങ്ലെസ് ആയിട്ടുള്ള വേർഡ്സ് ഇങ്ങനെ പറയും, പാസ് ചെയ്ത് പോകും. ഇതാണ് പുള്ളിക്കാരൻ ആ വൈകിട്ട് ആ സമയത്ത് ചെയ്ത കാര്യമെന്നാണ് WB ഈഡ്സ് പറയുന്നത്. ഓക്കെ, അടുത്ത ലൈൻസ് 9 to 12 ആണ്. ആൻഡ് തോട്ട് ബിഫോർ ഐ ഹാഡ് ഡൺ ഓഫ് എ മോക്കിംഗ് ടെയിൽ ഓർ എ ഗൈബ് ടു പ്ലീസ് എ കമ്പാനിയൻ അറൗണ്ട് ദ ഫയർ അറ്റ് ദി ക്ലബ്. ആ ലൈൻസിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ താനിങ്ങനെ നല്ല ഡീപ്പായിട്ടുള്ള റിലേഷനുള്ള വ്യക്തികളെ കാണുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നല്ല മോക്കിംഗ് ആയിട്ടുള്ള ടെയിലോ അല്ലെങ്കിൽ ഒരു ഗൈബൊക്കെ പറയുന്ന പറഞ്ഞാൽ ചിരിപ്പിക്കുന്ന, പരിഹാസം നിറഞ്ഞ കഥകളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? ഈഡ്സ് എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പറയാൻ തോന്നില്ല. കാരണം തനിക്ക് ചുറ്റുമുള്ള
തനിക്ക് ചുറ്റുമുള്ള ഈ വ്യക്തികൾ, ഈ ക്ലബിലുള്ള, ഈ ബാറിലുള്ള, ക്ലബോ ബാറോ അവിടെയുള്ള വ്യക്തികൾ അത്രയും അവരുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താ, ഒട്ടും തന്നെ ഡീപ്പായിട്ടുള്ളൊരു ബന്ധമല്ല, ഒരു സൂപ്പർഫിഷ്യൽ ബന്ധമല്ല. അതുകൊണ്ട് തന്നെ അവരോട് നല്ല ഡീപ്പായിട്ട് മിണ്ടാനോ അല്ലെങ്കിൽ തമാശകൾ പറയാനോ ഒരു മോക്കിൻഡെയിൽ പറയാനോ, മോക്കിൻഡെയിലിൻ്റെയും ഗൈബിൻ്റെയൊക്കെ അർത്ഥം ഏകദേശം സിമിലറാണ്, ഇതൊക്കെ പറയാനോ തോന്നുന്നില്ല എന്നാണ് ഈഡ്സ് പറയുന്നത്. അതാണ് പറയുന്നത്, തോട്ട് ബിഫോർ ഐ ഹാഡ് ടേൺ ഓഫ് എ മോക്കിംഗ് ഡെയിൽ ഓർ എ ഗൈഡ് ടു പ്ലീസ് എ കമ്പാനിയൻ അറൗണ്ട് ദ ഫയർ അറ്റ് ദ ക്ലബ്ബ്. അപ്പം ഇതിൽ നിന്ന് ഒരു ക്ലബ്ബാണെന്ന് നമുക്ക് മനസ്സിലായി. ഈഡ്സിൻ്റെ കവിതകൾ അല്ലെങ്കിൽ ഈ കവിത നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമൊന്നും പുള്ളിക്കാരൻ എങ്ങോട്ടാണ് ഈ കഥ കൊണ്ടുപോകുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതുവരെ നമുക്ക് മനസ്സിലായത് പുള്ളിക്കാരൻ ഒരു ക്ലബ്ബിൽ പോയി അവിടെ തനിക്ക് അറിയാവുന്ന കുറച്ച് വ്യക്തികളുണ്ട്, പക്ഷേ അവരോടുള്ള ബന്ധം അത്ര ദൃഢമല്ല, ആ ബന്ധങ്ങളൊന്നും ദൃഢമല്ലാത്ത ബന്ധങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താൻ എന്താണ് ജസ്റ്റ് ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിലൊക്കെ മെൻറ്റാലിറ്റിയിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഞാൻ സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്, കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരുപാട് ലൈൻസ് ഉള്ളൊരു പോയമാണ് ഈസ്റ്റർ 1916 എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോകണം. പതുക്കെ കേൾക്കേണ്ടവർ എന്ത് ചെയ്യണം, ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ട്, പ്ലേ ബാക്ക് സ്പീഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒരു 0.25 അങ്ങനെ ഇട്ടാൽ മതി, അപ്പോഴത്തേക്ക് പതുക്കെ പറയുന്ന പോലെ തോന്നും. ഓക്കെ, അടുത്ത ലൈൻസ് എന്ന് പറഞ്ഞാൽ ലൈൻസ് 13 to 16 ആണ്. ബീങ് സർട്ടൺ ദാറ്റ് ദേ ആൻഡ് ഐ ബട്ട് ലിവ്ഡ് വെർ മോട്ട്ലി ഈസ് ബോൺ, ഓൾ ചേഞ്ച് അട്ടർലി എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ. അപ്പോൾ ഈ ലൈൻ തൊട്ട് ലൈൻസ് 13 തൊട്ട് നമ്മുടെ പോയറ്റ് WB ഈഡ്സ് എന്താണ് ഈ പോയത്തിൻ്റെ മെയിൻ കണ്ടന്റിലോട്ട് കടക്കാൻ പോവുകയാണ്. ഇതുവരെ എന്താ പറയുന്നത്, സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, താൻ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയാണ് മെയിൻ കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ഇവിടെ പോയിട്ട് പറയുന്നത്, ഈ ടൈറ്റിൽ തന്നെ നോക്കുമ്പോഴത്തേക്ക് ഈസ്റ്റർ 1916 ആണ് എന്ന ടൈറ്റിൽ, അതിൻ്റെ കാര്യങ്ങളിലോട്ടാണ് നമ്മളിപ്പോൾ കടക്കാൻ പോകുന്നത്. എന്താണ് ഈസ്റ്റർ 1916 എന്ന് നിങ്ങൾക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷൻ കാണും, അതെന്താണെന്ന് ഇപ്പോൾ പറയാം. ഓക്കെ, ഈസ്റ്റർ 1916 എന്ന് പറഞ്ഞ പോയം എഴുതാൻ കാരണം ഈസ്റ്റർ റൈസിംഗ് എന്ന് പറഞ്ഞൊരു ഈവൻറ്റ് അയർലൻഡിൽ നടന്നതുകൊണ്ടാണ്. ഈ ഈസ്റ്റർ റൈസിങ്ങിനെ ഈസ്റ്റർ റിബലിയൻ എന്നും വിളിക്കുന്നുണ്ട്. ഈസ്റ്റർ റിബലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടന്ന ഒരു പ്രക്ഷോഭത്തിനെയാണ് വിളിക്കുന്ന പേരാണ് ഈസ്റ്റർ റൈസിംഗ് അല്ലെങ്കിൽ ഈസ്റ്റർ റിബലിയൻ. ഇത് നടന്നത് അയർലൻഡിലാണ്. ഏത് വർഷമാണ്? 1916 ഏപ്രിൽ മാസത്തിൽ ഈസ്റ്റർ വീക്കിലാണ് ഈ ഒരു പ്രക്ഷോഭം അയർലൻഡിൽ നടന്നത്. അതിനെ ചൊല്ലി എഴുതിയ ഒരു കവിതയാണ് ഈ ഈസ്റ്റർ 1916 ബൈ WB ഈഡ്സ്. ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഒരു കാര്യങ്ങൾ ഒരു ഐഡിയ ജസ്റ്റ് കിട്ടിയല്ലോ, എന്താണ് ടൈറ്റിൽ സൂചിപ്പിക്കുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അടുത്ത ലൈൻസിലോട്ട് പോവാം. ബീങ് സർട്ടൺ ദാറ്റ് ദേ ആൻഡ് ഐ ബട്ട് ലിവ്ഡ് വെർ മോട്ട്ലി ഈസ് ബോൺ. ഈ താൻ കാണുന്ന WB ഈഡ്സ് തൻ്റെ മുന്നിൽ കാണുന്ന ഈ സോഷ്യൽ വേൾഡിനെ എന്തിനോട് കമ്പയർ ചെയ്തേക്കുവാണ്? വേർ മോട്ട്ലി ഈസ് ബോൺ. മോട്ട്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലഘട്ടത്തിലെ ഓൾഡ് ടൈമി കൊമീഡിയൻസ് ധരിച്ചിരുന്ന ഒരു ഡ്രസ്സാണ്. പല വർണ്ണത്തിലുള്ള ഒരു ഡ്രസ്സാണ് ഈ മോട്ട്ലി എന്ന് പറയുന്നത്. അപ്പം അതിനോട് വെച്ച് ഉപമിച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ എന്തെന്നാ, ഈ താൻ കാണുന്ന ഈ സോഷ്യൽ വേൾഡ് കംപ്ലീറ്റ്ലി സില്ലിയാണ് എന്ന് പറഞ്ഞാൽ ഒട്ടും സില്ലി ആൻഡ് പോയിന്റ്ലെസ് ആണ്. ഒട്ടും അർത്ഥമില്ലാത്തൊരു ലോകമാണ് തൻ്റെ മുന്നിൽ കാണുന്ന ഈ സോഷ്യൽ വേൾഡ് എന്ന് പറയുന്നത്. തൻ്റെ മുന്നിൽ കാണുന്ന ഈ വ്യക്തികൾ എവിടെയെങ്കിലും ഒരു ജോലി കണ്ടെത്തി ഒരു ജോലിക്ക് പോകുന്നു. ജോലിക്ക് പോയിട്ട് വൈകുന്നേരം ബാറിൽ ഒത്തുകൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ജോക്സ് ഒക്കെ പറയുന്നു, ഒരുപാട് തമാശകൾ പറയുന്നു, എന്നിട്ട് അതിനെ ജീവിതം എന്ന് വിളിക്കുന്നു. ഇതെല്ലാം അട്ടർ ഫൂളിഷ്നെസ് ആണെന്നാണ് ആര് പറയുന്നത്? WB ഈഡ്സ് പറയുന്നത്. അതാണ് ആദ്യത്തെ 2 ലൈൻസിൽ പറയുന്നത്. എന്നിട്ട് ഈഡ്സ് പറയുകയാണ്, ഓൾ ചേഞ്ച്ഡ് അട്ടർലി. പെട്ടെന്നാണ് ഒരു മാറ്റം സംഭവിച്ചത്. ഈ ലൈൻ തൊട്ട് പോയത്തിൻ്റെ ടൈറ്റിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് പറയുന്നത്. ആ പെട്ടെന്നുള്ള മാറ്റം എന്താണ് സൂചിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റർ 1916 ഈസ്റ്റർ വീക്കിൽ ഏപ്രിൽ മാസത്തിൽ നടന്ന ആ ഈസ്റ്റർ അപ്രൈസിങ്, അയർലൻഡിൽ നടന്ന ഈസ്റ്റർ അപ്രൈസിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്നൊരു മാറ്റം സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ. ബ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സൗന്ദര്യം എന്നാണ് അർത്ഥം, അല്ലേ? അപ്പോൾ ഒരു ടെറിബിൾ ആയിട്ടുള്ള ഒരു മോശകരമായിട്ടുള്ളൊരു ബ്യൂട്ടി അവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ജനിച്ചിരിക്കുന്നു എന്നാണ് ആര് പറയുന്നത്? WB ഈഡ്സ് പറയുന്നത്. അവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത് ഈസ്റ്റർ 1916, അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ ഈസ്റ്റർ റിബല്യനെ പറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ലൈൻസ് 17 തൊട്ട് 20 വരെയാണ്. 17 തൊട്ട് 20 വരെ. ദാറ്റ് വുമൻസ് ഡേയ്സ് വെർ സ്പെൻഡ് ഇൻ ഇഗ്നോറൻറ്റ് ഗുഡ് വിൽ, ഹെർ നൈറ്റ്സ് ഇൻ ആർഗ്യുമെൻറ്റ് അൻറ്റിൽ ഹെർ വോയിസ് ഗ്രൂ ഷ്രിൽ.
ഇവിടെ ഒരു ലേഡിയെ പറ്റി പറയുന്നുണ്ട്. അപ്പം ഇവിടെ ഈഡ്സ് ഏത് ലേഡിയെ ഉദ്ദേശിച്ചെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ഒരു ജസ്റ്റ് റിസർച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും അത് ആരെയാണ്. ദ കൗണ്ടസ് കോൺസ്റ്റൻസ് മാർക്കിവിക്സിനെ പറ്റിയാണ് പറയുന്നത്. ആ വ്യക്തി, ആ ലേഡി എന്ന് പറയുന്നത് ഒരു പ്രധാന വ്യക്തിയായിരുന്നു ഈ ഈസ്റ്റർ റിബല്യൻ്റെ പിന്നിൽ പ്രവർത്തിച്ച, അല്ലെങ്കിൽ ഈസ്റ്റർ അപ്രൈസിങ്ങിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാന വ്യക്തിയാണ് ഈ കൗണ്ടസ് കോൺസ്റ്റൻറ്റ് മാർക്കിവിക്സ് എന്ന് പറയുന്നത്. അവരെ എന്താണ് മരണദണ്ഡന വിധിക്കുകയുണ്ടായി, എന്ന് വെച്ചാൽ ഡെത്ത് സെൻറ്റൻസ് വിധിക്കുകയുണ്ടായി. പിന്നീട് അത് ജീവപര്യന്തമാക്കി കുറയ്ക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഈസ്റ്റർ അപ്രൈസിങ് നമ്മൾ എന്താണെന്ന് പറയും. ഈസ്റ്റർ റിബല്യൻ എന്ന് വെച്ചാൽ ഈ അയർലൻഡിൽ ബ്രിട്ടീഷ് ഭരണമുണ്ടായിരുന്നു. ആ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഐറിഷ് റിപ്പബ്ലിക്കൻസ് ഒരു പ്രൊട്ടസ്റ്റ് നടത്തി, ആദ്യമായിട്ടൊരു പ്രൊട്ടസ്റ്റ് നടത്തി. അതാണ് ഈ ഈസ്റ്റർ റിബല്യൻ എന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് ആര്, ഈ മാർക്കിവിക്സ് എന്ന് പറഞ്ഞ ലേഡി. Okay, coming back to the lines. That woman days were spent in ignorant goodwill, her nights in argument until her voice grew shrill. അപ്പം ആ ലേഡിയെ പറ്റി പറയുകയാണ്, ആ മാർക്യൂസ് എന്ന് പറഞ്ഞ ലേഡിയെ പറ്റി പറയുകയാണ്. അവരുടെ സവിശേഷതകളാണ് പറയുന്നത്. ഷീസ് എ ലേഡി വിത്ത് ആൻ ഇഗ്നോറൻറ്റ് ഗുഡ് വിൽ. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ആ പുള്ളിക്കാരി ആ ഐറിഷ് കോസിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അങ്ങനെ പ്രവർത്തിച്ചെന്താണ് ഷീസ് ബിക്കം എ ഗുഡ് നാഷണൽ ഹീറോ ആയെന്നാണ് ആര് പറയുന്നത്, അയർലൻഡിൽ ഒരു നാഷണൽ ഹീറോ ആയെന്നാണ് ഈഡ്സ് പറയുന്നത്. അങ്ങനെ പോകെ ഇവരുടെ വോയിസ് അപ്പം ഒരുപാട് ആർഗ്യുമെൻറ്റിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആര്, ഈ മാർക്കിവിക്സ്, അല്ലെങ്കിൽ ആ ലേഡി, അവിടെ പ്രതിപാദിപ്പിക്കുന്ന ആ ലേഡി എന്ന് പറയുന്നത്. ആ ലേഡി ഒരുപാട് ആർഗ്യുമെൻറ്റ്സിൽ ഏർപ്പെടുന്നു, ഒരുപാട് സ്പീച്ചിൽ ഏർപ്പെടുന്നു. പതിയെ അവരുടെ വോയിസ് എന്താണ്, ഇറ്റ്സ് ബിക്കം ഗ്രൂ ഷ്രില്ല് എന്ന് പറഞ്ഞാൽ കർക്കശമായ ശബ്ദം. അപ്പം കർക്കശമായിട്ടുള്ള ശബ്ദമായിട്ട് മാറി. ഇവിടെ പോയറ്റ് ഒരു ടെക്നിക്ക്, അവരുടെ ഈ WB ഈഡ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫേവററ്റ് ആയിട്ടുള്ളൊരു പോയറ്റിക് ടെക്നിക്കാണ് മെറ്റോണമി എന്ന് പറയുന്നത്. ഒരു ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരെ കാണുമ്പോഴത്തേക്ക് അവരുടെ ശബ്ദം എന്ന് പറയുമ്പോഴത്തേക്ക് മാധുര്യമുള്ള ശബ്ദം പിന്നീട് അപ്പോൾ പെണ്ണായാലും ആണായാലും പിന്നീട് ഒരുപാട് സ്പീച്ച് ചെയ്ത് സംസാരിച്ച് അതെന്ത് ചെയ്യും, കർക്കശമായിട്ടുള്ള ശബ്ദമായിട്ട് മാറും. ഇവിടെയും സമാനമായിട്ടുള്ളൊരവസ്ഥയാണ്. ഇവിടെയും ആ ലേഡിയുടെ എന്താണ്, അവരുടെ ശബ്ദം നല്ല കർക്കശമായിട്ടുള്ള, നല്ല പാറയിൽ ഉരയ്ക്കുന്ന ശബ്ദം പോലെ ആയെന്നാണ് പോയിറ്റ് ഇവിടെ പറയുന്നത്. പക്ഷേ അതൊരു ഗുഡായിട്ടുള്ള കാര്യമായിട്ടുള്ള പോയിറ്റ് ഇവിടെ പറയുന്നത്, ഒരു ബാഡായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പറയുന്നത്. കാരണം ഫീമെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ശബ്ദം മാധുര്യമുള്ളതാണ്. ആ മാധുര്യമുള്ള ശബ്ദം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആർക്ക്, ഈ ലേഡിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തിനെ പറ്റി സംസാരിക്കുമ്പോൾ, ഈ പൊളിറ്റിക്സിനെ പറ്റി സംസാരിച്ച് കോരെ പ്രസംഗിച്ച് അവരുടെ ശബ്ദം തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ശബ്ദം എന്ത് ചെയ്യുന്നു, ഹെർ വോയിസ് ഗ്രൂ ഷ്രില്ല്. നിരന്തരമുള്ള ആർഗ്യുമെൻറ്റിൽ നല്ല ഗുഡ്വില്ലോടെ ഇറങ്ങി തിരിച്ച ആ ലേഡിയുടെ എന്താണ് ശബ്ദം ഷ്രില്ലായിരിക്കുന്നു, കർക്കശമായിരിക്കുന്നു, അല്ലെങ്കിൽ പാറയിൽ ഉരയ്ക്കുന്ന പോലുള്ള ശബ്ദമായി മാറിയിരിക്കുന്നു. ഓക്കെ, അടുത്ത ലൈൻസ് 21 to 23. വാട്ട് വോയിസ് മോർ സ്വീറ്റ് ദാൻ ഹേഴ്സ് വെൻ യങ് ആൻഡ് ബ്യൂട്ടിഫുൾ ഷീ റോഡ് ടു ഹാരിയോസ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്, ഈഡ്സ് പറഞ്ഞത് എന്താണ്, ആ ലേഡിയുടെ ശബ്ദം എന്താണ്, വളരെ മോശമാണ്, പാറയിൽ ഉരയ്ക്കുന്ന ശബ്ദം പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആ ലേഡിയുടെ ശബ്ദം പെട്ടെന്ന് ഈഡ്സ് തൻ്റെ പോയത്തിൻ്റെ ടോണങ്ങ് മാറ്റിയിട്ട് കുറച്ചുകൂടെ സ്വീറ്റായിട്ട് പറയുകയാണ്. അവരുടെ ശബ്ദം എന്ന് പറയുന്നത് എന്താണ്, പണ്ട് എങ്ങും ബ്യൂട്ടിഫുള്ളുമായിട്ട് ഇരിക്കുന്ന സമയത്ത് മാധുര്യം നിറഞ്ഞ ശബ്ദമായിരുന്നു എന്നാണ് ഇവിടെ ഈഡ്സ് പറയുന്നത്. എപ്പോൾ വെൻ ഷീ റോഡ് ടു ഹാരിയേഴ്സ്. ഇവിടെ ഹാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ റാബിറ്റ് ഹണ്ടേഴ്സ് എന്നാണെന്ന് പറഞ്ഞാൽ മുയൽ വേട്ടയൊക്കെ വേട്ട നടത്തുന്നവർ. അപ്പം വേട്ടയ്ക്ക് പോകുന്ന സമയത്ത് അവരുടെ ശബ്ദം മാധുര്യം നിറഞ്ഞതായിരുന്നു എന്നാണ് WB ഈഡ്സ് പറയുന്നത്. ഇവിടെ പണ്ട് കാലഘട്ടത്തിൽ കുതിരയുടെ പുറത്ത് കയറി വേട്ടയ്ക്കൊക്കെ പോകുന്നവർ വലിയ റിച്ച് പീപ്പിളായിരിക്കും, അല്ലെങ്കിൽ രാജാക്കന്മാരായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള വ്യക്തികളായിരിക്കും. അപ്പം അന്ന് എങ്ങും ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള സമയത്ത് മാധുര്യം നിറഞ്ഞ ശബ്ദമായിരുന്നു ഈ ലേഡിയുടെ. ഇവിടെ WB ഈഡ്സിൻ്റെ ഒരു ഹിഡൻ മീനിങ് ആണ് പുള്ളിക്കാരൻ പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ലേഡീസ് ഒരിക്കലും പൊളിറ്റിക്സിൽ ഇറങ്ങാൻ പാടില്ല എന്നൊരു ഹിഡൻ മീനിങ് പറയുന്നുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഡേർട്ടി വേൾഡ് ഓഫ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, പൊളിറ്റിക്സിൻ്റെ ഏറ്റവും ഈ വൃത്തികെട്ട പൊളിറ്റിക്സ് ലോകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് നല്ല മനുഷ്യനും ഇതേപോലെ കർക്കശമായിട്ടുള്ള സൗണ്ടുകളായിട്ട് മാറും. അങ്ങനെ വൃത്തികെട്ട അല്ലെങ്കിൽ ഒരു മോശമായിട്ടുള്ള ഒരു മനോഭാവമായിട്ട് മാറും എന്നാണ് ആര് പറയുന്നത്, WB ഈഡ്സ് പറയുന്നത്. ഇവിടെ ആണുങ്ങൾ ചിലപ്പോൾ ഇറങ്ങിയാലും കുഴപ്പമില്ല, പക്ഷേ പെൺകുട്ടികൾ ഇറങ്ങുമ്പോൾ ഇങ്ങനെ വളരെ നല്ല സൗന്ദര്യമുള്ള വ്യക്തികൾ
വ്യക്തികൾ പിന്നീട് എന്താ അവരുടെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ട് ശബ്ദമൊക്കെ കർക്കശമായിട്ടുള്ള ശബ്ദമാക്കി മാറി അങ്ങനെ അങ്ങ് എന്താ അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ പോകുമെന്നാണ് WB Yeats ഇവിടെ പറയുന്നത്. അടുത്ത ലൈൻസ് 24 to 30 ആണ്. ദിസ് മാൻ ഹാഡ് കെപ്റ്റ് എ സ്കൂൾ ആൻഡ് റോഡ് അവർ വിങ്ഡ് ഹോഴ്സ്. ദിസ് അതർ ഹിസ് ഹെൽപ്പർ ആൻഡ് ഫ്രണ്ട് was coming into his force. He might have won fame in the end. So sensitive his nature seemed, so daring and sweet his thought. അതിൽ പറയുന്നത് വെച്ചാൽ ഈഡ്സ് ഇപ്പോൾ ഒരു ഗായിയെ പറ്റി പറയുന്നു, ഒരു വ്യക്തിയെ പറ്റി അവിടെ അടുത്തതായിട്ട് പരാമർശിക്കുന്നു. ആ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു സ്കൂൾ കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ റോഡ് അവർ വിങ്ഡ് ഹോഴ്സ്, നല്ല എന്താ പറയുന്നത് ചിറകുള്ള ഒരു കുതിരയെ പറത്തിയ വ്യക്തിയാണ് ആര് ഇപ്പോൾ ഈ പറയുന്ന ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആരാന്നൊരു കൺഫ്യൂഷൻ കാണും. മുമ്പേ പറഞ്ഞത് മാർക്കേസിനെ പറ്റിയാണെങ്കിൽ ഇപ്പോൾ പറയുന്നത് പാട്രിയാക് പിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ പറ്റിയാണ്. ഈ പുള്ളിക്കാരനും പാട്രിയാക് പിയേഴ്സ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനും ഈ ഈസ്റ്റർ അപ്രൈസിംഗിൽ അയർലൻഡിൽ നടന്ന ഈ ഈസ്റ്റർ അപ്രൈസിംഗിൽ പ്രധാന ഒരു ലീഡറായിരുന്നു. ആ വ്യക്തിയെ പറ്റിയാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ അതുപോലെ തന്നെ വൺ ഓഫ് ദി ഫൗണ്ടർ ഓഫ് എ ബോയ്സ് സ്കൂൾ ഇൻ ഡബ്ലിനിലുള്ള ഒരു ബോയ്സ് സ്കൂളിൻ്റെ ഫൗണ്ടർ കൂടിയാണ് ആര് ഈ പാട്രിയാക് പിയേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഹി വാസ് ഓൾസോ എ പോയറ്റ്, ഒരു കവി കൂടിയായിരുന്നു ആര് ഈ പാട്രിയാക് പിയേഴ്സ്. അപ്പം അദ്ദേഹം എന്താണ് ഹി റോഡ് വിങ്ഡ് ഹോഴ്സ്. ഈ വിങ്ഡ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല ചിറകുള്ള കുതിര. ഈ ചിറകുള്ള കുതിര എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദി ഗ്രീക്ക് മിതോളജിയിലെ ഒരു പെഗസസ് എന്ന് പറഞ്ഞൊരു കുതിരയെ പറ്റിയാണ് പറയുന്നത്. ദാറ്റ് ഈസ് എ മിത്തിക്കൽ ബീസ്റ്റ്. ഇറ്റ് ഈസ് എ മിത്തിക്കൽ ബീസ്റ്റ്, ഒരു ഗ്രീക്ക് മിതോളജിയിലുള്ള ഒരു ചിറകുള്ള കുതിര. നമ്മൾ ചില ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ ഈ പാട്രിയാക്ക് ഒരു നല്ല വ്യക്തിയാണെന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയാണ് ഈ സെൻറ്റൻസുകൾ യൂസ് ചെയ്തേക്കുന്നത്. ദ മാൻ ഹാഡ് കെപ്റ്റ് എ സ്കൂൾ, ദിസ് മാൻ ഹാഡ് കെപ്റ്റ് എ സ്കൂൾ, ദെൻ റോഡ് അവർ വിങ്ഡ് ഹോഴ്സ്. എന്നിട്ട് അടുത്തതായിട്ട് വേറൊരു വ്യക്തിയെ പറ്റി പരാമർശിക്കുന്നു. ദിസ് അതർ ഹിസ് ഹെൽപ്പർ ആൻഡ് ഫ്രണ്ട് വാസ് കമ്മിങ് ഇൻ ടു ഹിസ് ഫോഴ്സ്. ഇവിടെ വേറൊരു വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ ടോട്ടലി മൂന്നാമത്തെ വ്യക്തിയെ പറ്റിയാണ് ആര് പറയുന്നത്? WB Yeats പറയുന്നത്. ആ മൂന്നാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ഈ പിയേഴ്സിൻ്റെയും ഈഡ്സിൻ്റെയും ഫ്രണ്ടായ തോമസ് മക്ഡൊണാക്ക് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ഹു വാസ് ഓൾസോ എ പോയറ്റ്, ഒരു കവി കൂടിയാണ്. അതുപോലെ തന്നെ ഒരു ഡ്രാമാറ്റിസ്റ്റാണ്. അപ്പം ഈ തോമസ് എന്ന് പറഞ്ഞ വ്യക്തിയും ഈ ഈസ്റ്റർ അപ്രൈസിംഗിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണെന്ന് ആര് ഈ തോമസ് മക്ഡൊണാക്ക് എന്ന് പറഞ്ഞൊരു വ്യക്തി. പക്ഷേ ഈ പോയറ്റ്സ് എന്താണ് ഈ ഈസ്റ്റർ അപ്രൈസിംഗിൽ ഇറങ്ങിച്ചെന്ന് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് ആർക്കിഷ്ടമല്ല? ഈ ഈഡ്സിന് ഇഷ്ടമല്ല. അതൊക്കെ ഈഡ്സ് പറയുന്നുണ്ട്, ഇന്നർ മീനിങ് ആയിട്ട് പറയുന്നുണ്ട്. ഈഡ്സിന് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു കവി ആവുന്നതാണ് ഏറ്റവും വലിയ മഹത്തരം എന്നാണ് ആര് പറയുന്നത്? ഈഡ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇതിൽ പോയപ്പോൾ അവരുടെ ആ ഭാവി പോയിരിക്കുന്നു. തോമസും അതുപോലെ തന്നെ പാട്രിയാക് പിയേഴ്സും ആ ലേഡി ഉൾപ്പെടെ മാർക്കേസ് എന്ന് പറഞ്ഞ ലേഡി ഉൾപ്പെടെ ഈ ഈസ്റ്റർ അപ്രൈസിംഗിൽ പങ്കെടുത്തപ്പോൾ അവരുടെ കഴിവുകളെല്ലാം നഷ്ടപ്പെട്ടു. ആ പോയറ്റിക് കഴിവുകളെല്ലാം അല്ലെങ്കിൽ ബ്യൂട്ടിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് ആ ലൈൻസിലെല്ലാം പറയുന്നത്. ഈ വ്യക്തികൾ പോയറ്റായിട്ടുള്ള ഈ രണ്ട് വ്യക്തികൾ, ആ ബ്യൂട്ടിയുള്ള ആ ലേഡി, ഇവരൊക്കെ ഈ അയർലൻഡിനെ ഇംഗ്ലണ്ടിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഈ യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ആ അപ്രൈസിംഗിലേക്ക് ആ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ അവരുടെ കരിയർ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പോയറ്റായിട്ടുള്ള അവരുടെ കരിയറെല്ലാം നഷ്ടപ്പെട്ടു. അവർ ഇതിനേക്കാൾ ഫേമസ് ആയതിനെ എപ്പോൾ ഫെയിം നേടിയതിനെ ഒരുപാട് ഫേമസ് ആയതിനെ എപ്പോൾ അവർ പോയറ്റായിട്ട് ഇരുന്നിരുന്നെങ്കിൽ എന്ന് WB Yeats പറയുകയാണ്. ചിലപ്പോൾ WB Yeats ഇവരുടെ എല്ലാം പിക്ചേഴ്സ് കൈ പിടിച്ചുകൊണ്ടായിരിക്കും ഇവരെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും നമുക്ക് ചിന്തിക്കാം. ഓക്കെ, അത്രയാണ് ആ ലൈൻസിൻ്റെ അർത്ഥം. അടുത്ത ലൈൻസ് 31 to 35. This other man I had dreamed, a drunken, why inglorious lout. He had done most bitter wrong to some who are near my heart, yet I number him in the song. അപ്പോൾ അടുത്തായിട്ട് വേറൊരു വ്യക്തിയെ പറ്റി ആര് പരാമർശിക്കുകയാണ്? ഈഡ്സ് ഇവിടെ പരാമർശിക്കുകയാണ്. ദ അതർ മാൻ ഐ ഹാഡ് ഡ്രീംഡ്, എൻ്റെ സ്വപ്നത്തിൽ വന്ന അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു വേറൊരു മനുഷ്യനെ പറ്റി. എ ഡ്രങ്കൻ വെയിൻ ഗ്ലോറിയസ് ലൗട്ട്, ഒരു കുടിയനായ വെയിൻ ഗ്ലോറിയസ് പൊങ്ങച്ചം പറയുന്ന ലൗട്ട് എന്ന് വെച്ചാൽ പൊട്ടൻ. ഒരു കുടിയനായ പൊങ്ങച്ചം പറയുന്ന ഒരു പൊട്ടനെ ഞാനിവിടെ ആലോചിക്കുന്നു, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ നിമിഷത്തിൽ ചിന്തിച്ച് പോകുന്നു എന്ന് പറയുന്നത്. കാരണം ഈഡ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ ഇവൻ എന്ത് ചെയ്തിട്ടുള്ളൂ? ഹാം മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലെങ്കിൽ മോശമായിട്ടാണ് അവരോട് നിന്നിട്ടുള്ളത്. ഇവിടെ പറയുന്ന ആ വ്യക്തിയുടെ പേര് എന്ന് വെച്ചാൽ മേജർ ജോൺ മാക്ബ്രൈഡ് എന്ന് പറഞ്ഞ വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. അപ്പം അദ്ദേഹം മാഡ് MAUD ഗോൺ GONNE ഗോൺ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ചിരുന്നു. ആ
ഒരു ലേഡിയെ, ആ ലേഡി എന്ന് പറയുന്നത് ആർക്ക് പ്രിയപ്പെട്ടവനായിരുന്നു? ഈ WB ഈഡ്സിന് പ്രിയപ്പെട്ടവനായിരുന്നു. ആ വ്യക്തിയെ കല്യാണം കഴിച്ചിട്ട് എന്ത് ചെയ്തു? ഡിവോഴ്സ് ചെയ്തു. ഏത് വ്യക്തി? ഈ മക്ബ്രൈഡ് എന്ന് പറഞ്ഞ വ്യക്തി. ആ ലേഡിയെ കല്യാണം കഴിച്ചിട്ട് പിന്നീട് ആ വിവാഹബന്ധമേ വേണ്ടെന്ന് വെച്ച വ്യക്തിയാണ് ആര്? മക്ബ്രൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരെ ഇഷ്ടമല്ല? ആർക്ക്? WB ഈഡ്സിന് ഈ ജോൺ മക്ബ്രൈഡിനെ ഇഷ്ടമല്ല. എങ്കിലും I number him in the song. എങ്കിലും ഞാൻ എൻ്റെ കവിതയിൽ അവനെ ഉൾപ്പെടുത്തും. കാരണം എന്താണ്? അവൻ ഈ ഐറിഷ് കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ്. ആര്? മക്ബ്രൈഡ് എന്ന് പറയുന്നത്. ഈ ഐറിഷ് കോസിന് വേണ്ടി, ഈ ഈസ്റ്റർ അപ്രൈസിങ്ങിന് വേണ്ടി, ഈസ്റ്റർ റിബലിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു വ്യക്തിയാണ് ആര്? മക്ബ്രൈഡ്. അതുകൊണ്ട് അവനെ ഞാൻ എൻ്റെ ഈ പോയത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണ്. ഓക്കെ, അടുത്ത ലൈൻസ് 36 to 40 ആണ്. He too has resigned his part in the casual comedy. He too has been changed in stone, transformed utterly. A terrible beauty is born. വീണ്ടും ഈഡ്സ് മക്ബ്രൈഡിനെ പറ്റി പറയുകയാണ്. മക്ബ്രൈഡ് നമ്മൾ പറഞ്ഞു അദ്ദേഹം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് അല്ലേ. അപ്പം ആ മേജർ മക്ബ്രൈഡിനെ പറ്റി വീണ്ടും പറയുന്നുണ്ട്. ഹി ഹാസ് റിസൈൻഡ് ഹിസ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. ഏതിനെ പോലെ? മറ്റുള്ള എല്ലാ റെവല്യൂഷണറി ലീഡേഴ്സിനെ കൂട്ട് ആ ഈസ്റ്റേൺ അപ്രൈസിങ്ങിൽ ഈ വ്യക്തിയും, ഈ മക്ബ്രൈഡ് എന്ന് പറഞ്ഞ വ്യക്തിയും മരണപ്പെട്ടിരിക്കുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ കാഷ്വൽ കോമഡി കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ കാഷ്വൽ കോമഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഹീസ് എ ജെർക്ക് എന്നാണ് ആര് പറയുന്നത്? ഈഡ്സ് മക്ബ്രൈഡിനെ പറ്റി പറയുന്നത്. ഈസ് എ ലിവിങ് ജെർക്ക്, ഒരു പൊട്ടനാണ്. നമ്മൾ മുമ്പേ നമ്മൾ വായിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഹീസ് എ ഡ്രങ്കൺ വെയിൻഗ്ലോറിയസ് ലൗട്ട്, ഒരു പൊട്ടനാണല്ലേ, ഒരു പൊങ്ങച്ചം പറയുന്ന ഒരു പൊട്ടൻ. അങ്ങനെ ഒരു പൊട്ടത്തരം കാണിച്ച് ജീവിക്കേണ്ട ആവശ്യം ഇനി അദ്ദേഹത്തിന്, ആ വ്യക്തിക്ക് ഇനി ഇല്ല. നൗ ഹീസ് എ ഡെഡ് ഹീറോ. അവർ ഒരു വീരമൃത്യു മരിച്ച ഒരു പട്ടാളക്കാരൻ്റെ ഒരു ഹീറോ ആയിട്ട് മാറിയിരിക്കുന്നു ആര്? മക്ബ്രൈഡ് എന്ന് പറഞ്ഞ വ്യക്തി. അതുകൊണ്ട് ഇനി അദ്ദേഹം ഒരു ലിവിങ് ജെർക്കല്ല. അതാണ് അവിടെ പറയുന്നത്, ട്രാൻസ്ഫോംഡ് അറ്റർലി. വീണ്ടും ഒരു ഓക്സിമോറോൺ അവിടെ പറയുകയാണ്, എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ. അവിടെ ഓക്സിമോറോൺ എന്ന് നമുക്ക് വിളിക്കാം, അല്ലെങ്കിൽ റിഫ്രെയിൻ എന്ന് വിളിക്കാം. അതൊക്കെ പൊയറ്റിക് ഡിവൈസസ് ആണ്. അപ്പം വീണ്ടും ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ അഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലേ. എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ. വീണ്ടും അവിടെ ഒരു ടെറിബിൾ ബ്യൂട്ടി ജനിച്ചിരിക്കുന്നു. ഓക്കെ, അടുത്ത ലൈൻസ് 41 to 52 ആണ്. അപ്പോൾ ടോട്ടലി 80 ലൈൻസ് ഉണ്ട്. ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പോയമാണ്. അപ്പം നമുക്ക് മൊത്തം നോക്കാം. ഓക്കെ. Herds with one purpose alone, through summer and winter seem enchanted to a stone to trouble the living stream. Herds with one purpose alone, through summer and winter seem enchanted to a stone. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേർട്സ്, ഒരുപാട് മനുഷ്യരുടെ ഹൃദയത്തിൽ എന്താണ്? ഒരേ ഒരു പർപ്പസേ ഉള്ളൂ. വൺ പർപ്പസ് അലോൺ, ഒരേ ഒരു പർപ്പസേ ഉള്ളൂ. എന്താണ്? അവർ ഇൻഡിപെൻഡൻ്റ് ആകുക. ഇവിടെ നമ്മൾ പറഞ്ഞു ഈസ്റ്റർ റിബലിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം ഇംഗ്ലണ്ടുകാരുടെ കയ്യിൽ നിന്നും അയർലൻഡിനെ തിരിച്ചു പിടിക്കുക, അതൊക്കെയാണ് ആ ഒരൊറ്റ പർപ്പസ് എന്ന് പറയുന്നത്. ഹേർട്സ് വിത്ത് വൺ പർപ്പസ്, എല്ലാവരുടെ മനസ്സിലും അതാണ്. ത്രൂ സമ്മർ ആൻഡ് വിന്റർ സീം എൻചാന്റഡ് ടു എ സ്റ്റോൺ. അപ്പം ഇവിടെ ഇവിടുത്തെ മനുഷ്യരെ ഒരു കല്ലിനോട് ഉപമിക്കുകയാണ് ആര് ചെയ്യുന്നത്? നമ്മുടെ WB ഈഡ്സ് ചെയ്യുന്നത്. കല്ലിനോട് ഉപമിക്കുമ്പോൾ ഹാർഷല്ല, അതിന് പകരം ഈ സമ്മർ വിൻ്റർ കാലഘട്ടങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ പലതിനും സംഭവിക്കാം. പക്ഷേ മാറ്റങ്ങൾ സംഭവിക്കാത്ത ഒരു കാര്യമേ ഉള്ളൂ. പാറക്കല്ലുകൾ അല്ലെങ്കിൽ കല്ലുകൾ എന്ന് പറഞ്ഞാൽ അത് മൂവ് ചെയ്യാൻ പറ്റത്തില്ല, അൺമൂവബിൾ ആണ്. മൂവ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് ആ സ്റ്റോൺ എന്ന്. ഇപ്പം സമ്മർ ആവട്ടെ വിൻ്റർ ആവട്ടെ, ആ സ്റ്റോൺ അല്ലെങ്കിൽ ആ പാറ അവിടെ തന്നെ ഉണ്ടാകും. അതുപോലെയാണ് ഈ മനുഷ്യർ. ഇനി എന്ത് പ്രശ്നം വന്നാലും അവരിനി മാറാൻ പോകുന്നില്ല. അവരുടെ മനസ്സുകളിലെല്ലാം ഒരേ ഒരു പർപ്പസേ ഉള്ളൂ. എന്താണ്? ഇൻഡിപെൻഡൻസ്. അപ്പം അതിനുവേണ്ടി അവരിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ടു ട്രബിൾ ദ ലിവിങ് സ്ട്രീം എന്ന് പറഞ്ഞാൽ അരുവി. അപ്പം ജീവിതമാകുന്ന അരുവിയിൽ പലരുടെയും ജീവിതം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എവരുടെ ജീവിതം മാറുന്നില്ല. അവരെ ഒരു കല്ലായിട്ട് തന്നെ അവിടെ നിന്നുകൊള്ളും. കാരണം സ്ട്രോങ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കല്ലിനെ പോലെ അവർ ഉറച്ച് ആ ഭൂമിയിൽ നിൽക്കുമെന്നാണ് ആര് പറയുന്നത്? WB ഈഡ്സ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുൻപുള്ള ലൈൻസുകളെ വെച്ച് താഴേക്ക് വരുമ്പോൾ ഈ ഒരു ഐറിഷ് ഫൈറ്റ് അല്ലെങ്കിൽ ഈ ഐറിഷ് റിപ്പബ്ലിക്കൻസിനെ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുകയാണ് ഈ ലൈനുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മുമ്പേയൊക്കെ പറയുന്നത് ഇതൊക്കെ യൂസ്ലെസ് ആണ്, പോയിറ്റുകളൊന്നും അതൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത് യൂസ്ലെസ് ആണ്, എന്തിനാണ് അവർ ഇതിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്, അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ ഈ WB ഈഡ്സ് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഐറിഷ് റിപ്പബ്ലിക്കൻസിന് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ലൈൻസ് 45 to 48. The horse that comes from the road, the rider, the birds that range from clouds to tumbling cloud, minute by minute they change.
അടുത്തായിട്ട് പോയിട്ട് കുറച്ച് നേച്ചർ ഇമേജറി യൂസ് ചെയ്യുകയാണ് അവിടെ. നമ്മുടെ കുതിരയുടെ കാര്യം പറയുന്നു, അതുപോലെ തന്നെ ബേഡ്സിൻ്റെ കാര്യം പറയുന്നു, അതുപോലെ തന്നെ ക്ലൗഡിൻ്റെ മേഘങ്ങളുടെ കാര്യം അവിടെ പറയുന്നു. അദ്ദേഹം നോക്കുമ്പോൾ ഒരു കുതിരയുമായിട്ട് അവിടെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മുകളിൽ കുറേ ബേഡ്സ് ഉണ്ട്, അത് തിങ്ങി മറിഞ്ഞ് പോകുന്നുണ്ട്. സൈഡിലുള്ള കുതിര മാഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ കാണുന്ന മേഘങ്ങൾ, അതൊക്കെ മേഘങ്ങൾക്ക് എല്ലാം ചേഞ്ച് വരുന്നുണ്ട്. മിനിറ്റ് ബൈ മിനിറ്റ് ദേ ചേഞ്ച്. ഓരോ മിനിറ്റ് കഴിയുമ്പോഴും ഇതെല്ലാം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പോയിട്ട് പറയുന്നത്. ഇവിടെ എല്ലാം ആ ഈസ്റ്റേൺ അപ്രൈസിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യരെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു, ആ പ്രകൃതി തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും മാറി ഇൻഡിപെൻഡൻസിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ പോയം പോകെ WB ഈഡ്സ് ഈ ഐറിഷ് റിപ്പബ്ലിക്കൻസിന് ഒരു റെസ്പെക്റ്റ് കൊടുത്ത് കൊണ്ടുവരികയാണ്. അടുത്ത ലൈൻസ് നോക്കാം. ലൈൻസ് 49 to 52. എ ഷാഡോ ഓഫ് ക്ലൗഡ് ഓൺ ദ സ്ട്രീം changes minute by minute. A horse hoof slides on the brim and a horse splashes within it. വീണ്ടും ഒരു നേച്ചർ ഇമേജറി അവിടെ കൊണ്ടുവരികയാണ്. എ ഷാഡ് ഓഫ് ക്ലൗഡ് ഓൺ ദ സ്ട്രീം ചേഞ്ചസ് മിനിറ്റ് ബൈ മിനിറ്റ്. എ ഹോഴ്സ് ഹൂ സ്ലൈഡ്സ് ഓൺ ദ ബ്രിം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന മേഘത്തിൻ്റെ പ്രതിബിംബം താഴെ കാണുന്ന അരുവികളിൽ കാണാമെന്നാണ് ആര് പറയുന്നത്? ഈ നമ്മുടെ WB ഈഡ്സ് പറയുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ മേഘം അവിടെ കാണുന്നില്ല, അരുവിയിൽ ആ റിഫ്ലക്ഷനും കാണുന്നില്ല. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു കുതിര ആ അരുവികളിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ സ്ലൈഡ് ചെയ്ത് ആ വെള്ളം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ വളരെ ഒരുപാട് ചേഞ്ചുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നു എന്ന് WB ഈഡ്സ് പറഞ്ഞു. അപ്പം ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇവിടെ മരണപ്പെടുന്നു. ഈ ഐറിഷ് റിപ്പബ്ലിക്കൻസ് ഈ അയർലൻഡിനെ ഫ്രീ ആക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരോട് എതിർ നിന്ന് കഴിഞ്ഞ് ഒരുപാട് പേര് മരണപ്പെട്ടിരിക്കുന്നു. പക്ഷേ എവിടെ ഉള്ളുകളിൽ ഒരു അൺചേഞ്ചിങ് സ്റ്റോൺ ഉണ്ട് എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റോൺ കിടപ്പുണ്ട്. അതെന്താണ്? ഐറിഷുകാരുടെ ഫ്രീഡം. ആ ഫ്രീഡം അവിടെ തന്നെ. ഇനി എത്ര പേര് മരിച്ചാലും എത്ര ചേഞ്ച് ഉണ്ടായാലും എത്ര പേര് മരിച്ചാലും മാറി ആൾക്കാർ വന്നാലും ഈ ഫ്രീഡത്തിൻ്റെ ഈ ഇൻഡിപെൻഡൻസിന് വേണ്ടി അവരിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്നാണ് ആര് പറയുന്നത്? WB ഈഡ്സ് പറയുന്നത്. അടുത്ത ലൈൻസ് 53 to 56 ആണ്. ദ ലോങ് ലെഗ്ഡ് മൂവ് ഹാൻഡ്സ് ഡൈവ് ആൻഡ് ദ ഹാൻഡ്സ് ടു മൂവ് കോക്സ് കോൾ. മിനിറ്റ് ബൈ മിനിറ്റ് ദേ ലീവ് ദ സ്റ്റോൺസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഓൾ. അടുത്തതായിട്ട് വീണ്ടും നേച്ചറിൻ്റെ ഇമേജറി അവിടെ ആര് യൂസ് ചെയ്യുകയാണ്? WB ഈഡ്സ് യൂസ് ചെയ്യുകയാണ്. അവിടെ ഒരു ലോങ് ലെഗ്ഡ് മൂർ ഹെൻസ് ഡൈവ് ചെയ്യുന്നുണ്ട്. മൂർ ഹെൻസ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വാട്ടർ ബേഡാണ്. ഈ കോഴി കണക്ക് അല്ലെങ്കിൽ ഡക്കിനെ കണക്കൊക്കെ ഇരിക്കുന്ന ഒരു തരത്തിലുള്ള വാട്ടർ ബേഡാണ് ആര്? മൂർ ഹെൻസ് എന്ന് പറയുന്നത്. അതിങ്ങനെ അരുവിയിലേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട്. എന്നിട്ട് ആരെ വിളിക്കുന്നുണ്ട്? അവരുടെ ബോയ് ഫ്രണ്ട്സിനെ ആയ മൂർ കോക്സിനെ വിളിക്കുന്നുണ്ട്. മൂർ കോക്സ് എന്ന് പറഞ്ഞാൽ എന്താ പെടക്കോഴി പൂവൻ കോഴി എന്നൊക്കെ പറയുന്ന പോലെ അതിൻ്റെ ബോയ് ഫ്രണ്ട്സിനെ അവർ വിളിക്കുന്നുണ്ട്. ആര്? ഈ മൂർ ഹെൻസ് വിളിച്ചിട്ട് അവരും മിനിറ്റ് ബൈ മിനിറ്റ് അവരിതിനെപ്പറ്റിയൊന്നും ബോധവാന്മാരല്ല. അവരിങ്ങനെ ഇറങ്ങുന്നു, കളിക്കുന്നു, അവരുടെ കാര്യങ്ങൾ നോക്കുന്നു, അവരവരുടെ ജീവിതം അല്ലെങ്കിൽ ആ ജീവിതം അവരിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ അവർ മരിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ ഐറിഷ് കോസോ അല്ലെങ്കിൽ ഈസ്റ്റേൺ റിപ്പബ്ലിക്കൻസിൻ്റെ കാര്യങ്ങളൊന്നും ഈസ്റ്റേൺ അപ്രൈസിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് മൃഗങ്ങളാണ്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇനി എന്തൊക്കെ സംഭവിച്ചാലും ജീവികളൊക്കെ അങ്ങനെ പോട്ടെ, ആ മനുഷ്യർ ഈ ഐറിഷ് റിപ്പബ്ലിക്കൻസ് എപ്പോഴായാലും ഒരു കല്ല് പോലെ തന്നെ ഈ പ്രശ്നങ്ങൾക്കിടയിലും ആരെന്ത് ചെയ്താലും ഒരു സ്റ്റോൺ പോലെ തന്നെ ആര് നിൽക്കും? ഈ ഐറിഷ് റിപ്പബ്ലിക്കൻസ് അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് ആര് പറയുന്നത്? ഈ WB ഈഡ്സ് പറയുന്നത്. ഈ ഐറിഷ് റിപ്പബ്ലിക്കൻസ് ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. പക്ഷേ അവരുടെ ആ കൺസെപ്റ്റിനെയാണ് ഇവിടെ സ്റ്റോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും നശിക്കാത്ത ഒരു കൺസെപ്റ്റ്. ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് വേണ്ടി ഒരുപാട് പേര് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പോരാടിയിട്ടുണ്ടല്ലേ. പക്ഷേ ഈ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് വേണമെന്നുള്ള കൺസെപ്റ്റാണ് അവിടെ സ്റ്റോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേര് അവിടെ മരണപ്പെടുന്നുണ്ട്. പക്ഷേ ആ സ്റ്റോണ് അവിടെ തന്നെ ഉണ്ടാകും. ഇൻഡിപെൻഡൻസ് എപ്പോഴായാലും കിട്ടണമെന്നുള്ള ആ സ്റ്റോണ് അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് ആര് പറയുന്നത്? ഈ ഈസ്റ്റേൺ അപ്രൈസിങ്ങിൽ WB ഈഡ്സ് പറയുന്നത്. അടുത്ത ലൈൻസ് 57 to 64 ആണ്. Too long a sacrifice can make a stone of the heart, or when made suffice. That is heaven's part, our part to murmur name upon name, as a mother names her child when sleep at last has come on limbs that had run wild. ഈ ലൈൻസിൽ പറയുന്നത് WB ഈഡ്സിൻ്റെ ഒരു ഉത്കണ്ഠയാണ് പറയുന്നത്. ഇനി എത്ര ബ്ലഡ് ഷെഡ് വന്നാലേ ഈ ഒരു പോരാട്ടം അവസാനിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. ക്യാൻ മേക്ക് എ സ്റ്റോൺ ടു ലോങ് എ സാക്രിഫൈസ്. എത്ര സാക്രിഫൈസ്
ചെയ്താൽ മാത്രമേ ക്യാൻ മേക്ക് എ സ്റ്റോൺ ഓഫ് ദി ഹാർട്ട് ഓ വെൻ മെയ്ഡ് സഫീസ്. ഇത് തൃപ്തികരമാകത്തുള്ളൂ. സഫീസ് എന്ന് വെച്ചാൽ തൃപ്തികരം. ഇനി എത്ര സാക്രിഫൈസ്, എത്ര മനുഷ്യർ മരിക്കണം ഈ ഒരു പോരാട്ടത്തിന് അറുതി വരുത്താൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞൊരു ഉത്കണ്ഠ അവിടെ പ്രകടിപ്പിക്കുകയാണ് ആര്, WB ഈറ്റ്സ് പറയുകയാണ്. അപ്പം അതെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ്. ദാറ്റ് ഈസ് ഹെവൻസ് പാർട്ട്. അതെല്ലാം ഇതൊക്കെ എപ്പോൾ തീരുമെന്നോ എപ്പോൾ അവസാനിക്കുമെന്നോ നമുക്കറിയത്തില്ല. നമ്മുടെ ജോലി എന്താണ്? അവർ പാർട്ട് ടു മർമ്മ നെയിം അപ്പോൺ നെയിം. നമ്മുടെ ജോലി ഈ എന്താണ്, ആളുകളുടെ പേര് ഇങ്ങനെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുക. മർമർ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എന്താ, മുറുമുറുക്കുക. അപ്പോഴത്തേക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് WB ഈറ്റ്സ് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ ഈ മരിച്ചുപോയ വ്യക്തികളില്ലേ, ഈ പോരാട്ടത്തിൽ മരിച്ചുപോയ വ്യക്തികൾ, അവരുടെ പേരുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവരെ പറ്റി ഓർമ്മിച്ച് വിഷമിക്കുക മാത്രമാണ് നമ്മുടെ പാർട്ട്. ഇതൊക്കെ എപ്പോൾ തീരുമെന്നോ എപ്പോൾ അവസാനിക്കുമെന്നോ നമുക്കറിയില്ല. ഏതിനെ പോലെ നമ്മൾ വിഷമിക്കണമെന്നാണ് പറയുന്നത്. ഒരു കുട്ടി നഷ്ടപ്പെട്ട, തൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു അമ്മയെ പോലെ, അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞ് മരിച്ചുപോയ ഒരു അമ്മ കരയുന്ന പോലെ നമ്മളിങ്ങനെ നമ്മുടെ ചുറ്റും മരിച്ച ആളുകളെ പറ്റി ഓർത്ത് നമ്മൾ കരയേണ്ടി വരും എന്നാണ് ആര് പറയുന്നത്, WB ഈറ്റ്സ് പറയുന്നത്. അപ്പോൾ ഈറ്റ്സ് ഒരുപാട് ഇമേജറി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാം. അവരുദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ആദ്യമേ ഈറ്റ്സ് പറയുന്നുണ്ട് അവിടെയുള്ള മനുഷ്യരുടെ ഹാർട്ട് എന്ന് പറയുന്നത് ലൈക്ക് ആൻ അൺചേഞ്ചിങ് സ്റ്റോണാണ്. ഒരിക്കലും മാറാത്ത ഒരു സ്റ്റോണാണ്, ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റോണാണ്. കാരണം അവർക്കൊരു ലക്ഷ്യമുണ്ട്. എന്താണ്? ഐറിഷ് ഫ്രീഡം, ഐറിഷ് ഇൻഡിപെൻഡൻസ്. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്, അയർലൻഡിൻ്റെ ഇൻഡിപെൻഡൻസ്. അതൊരിക്കലും അൺചേഞ്ച് ചെയ്യുന്നില്ല. ഒരു ദൃഢമായ ഒരു ലക്ഷ്യം അവർക്ക് അവിടെയുണ്ട്. പക്ഷേ ലൈൻസ് കവിത പോകെ ഈറ്റ്സ് ആ സ്റ്റോണിന് ചെറിയൊരു ചേഞ്ച് വരുത്തി, ആ അർത്ഥത്തിന് ചെറിയൊരു ചേഞ്ച് വരുത്തി. പോകെ മനുഷ്യരുടെ ഹൃദയം സ്റ്റോണായിട്ട് മാറാം. എങ്ങനെയുള്ള സ്റ്റോണ്? കോൾഡ് ആൻഡ് അൺഇമോഷണൽ എന്ന് പറഞ്ഞാൽ തണുത്തുറച്ച വികാരങ്ങളൊന്നും ഇല്ലാത്ത ഒരു സ്റ്റോണായിട്ട് വേണമെങ്കിലും മാറാം. മറ്റേതൊരു വികാരമുണ്ട്, ഏതാ, ഐറിഷ് ഫ്രീഡം എന്ന് പറഞ്ഞ ഒരു വികാരം അവരുടെ ഉള്ളിലുണ്ട്. പോകെ വികാരമില്ലാത്ത ഒരു മനസ്സിന് ഉടമയായിട്ട് മനുഷ്യൻ മാറും. എപ്പോഴാണ് മാറുന്നത്? ഒരുപാട് ട്രാജഡി ഫേസ് ചെയ്യേണ്ടി വന്നാൽ, ഒരുപാട് ത്യാഗങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാൽ പോകെ ഒരു വികാരങ്ങളുമില്ലാത്ത മനുഷ്യരായിട്ട് നമ്മൾ മാറുമെന്നാണ് ആര് പറയുന്നത്, ഈറ്റ്സ് പറയുന്നത്. കാരണം ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉള്ളവർ മരിക്കുന്നുണ്ട് ഈ ഒരു പ്രൊട്ടസ്റ്റിൽ. അപ്പം ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കാം. അപ്പം അങ്ങനെ ഒരുപാട് ട്രാജഡി കാണുമ്പോഴത്തേക്ക് ആ മനുഷ്യരുടെ ഹൃദയവും ആ മനുഷ്യരുടെ അൺചേഞ്ചിങ് സ്റ്റോണ് ചിലപ്പോൾ ഒന്ന് ചേഞ്ച് ആകാം എന്നാണ് ആര് പറയുന്നത്, ഈ WB ഈറ്റ്സ് പറയുന്നത്. അതുപോലെ തന്നെ ഈ മരണപ്പെടാത്ത കുറേ ആളുകളുണ്ടല്ലോ, ദ റെസ്റ്റ് ഓഫ് us എന്ന് പറഞ്ഞാൽ മരണപ്പെടാത്ത ആളുകൾ ഈ മരിച്ചുപോയ ആളുകളെ പറ്റി ഓർത്ത് ദുഃഖിക്കേണ്ട അവസ്ഥ വരുമെന്നാണ് ആര് പറയുന്നത്, WB ഈറ്റ്സ് പറയുന്നത്. എങ്ങനെ ദുഃഖിക്കുന്നു? ഒരു കുട്ടി നഷ്ടപ്പെട്ട അമ്മ കരയുന്ന പോലെ, ഒരു കുട്ടി മരണപ്പെട്ട അമ്മ കരയുന്ന പോലെ നമ്മളിരുന്ന് കരയുമെന്നാണ് ആര് പറയുന്നത്, WB ഈറ്റ്സ് പറയുന്നത്. ഓക്കെ, അടുത്ത ലൈൻസ് 65 to 69 ആണ്. വാട്ട് ഈസ് ഇറ്റ് ബട്ട് നൈറ്റ് ഫാൾ? നോ നോട്ട് നൈറ്റ് ബട്ട് ഡെത്ത്. വാസ് ഇറ്റ് നീഡ്ലെസ് ഡെത്ത് ആഫ്റ്റർ ഓൾ? ഫോർ ഇംഗ്ലണ്ട് മേ കീപ് ഫെയ്ത്ത് ഫോർ ഓൾ ദാറ്റ് ഇസ് ഡൺ ആൻഡ് സെഡ്. ഇപ്പോൾ ലൈൻസിൽ പറയുകയാണ് വാട്ട് ഈസ് ഇറ്റ് ബട്ട് നൈറ്റ് ഫാൾ? നോ നോട്ട് നൈറ്റ് ബട്ട് ഡെത്ത്. അപ്പം ഈറ്റ്സ് ഇത്രയും നേരം കുറേ നേച്ചറിൻ്റെ ഇമേജറി ഇങ്ങനെ യൂസ് ചെയ്ത് കൊണ്ടുവന്ന് എന്താ പറയുക, നമ്മൾ ഇമേജറി പറയും, മെറ്റഫർ ഉപയോഗിക്കും, എന്നിട്ട് അതിനോട് കമ്പയർ ചെയ്യും. അപ്പം നമ്മൾ മടുത്തു, ഈറ്റ്സ് മടുത്തു. ഇത് ഉപയോഗിച്ച് ഈറ്റ്സ് തന്നെ മടുത്തു. വാട്ട് ഈസ് ഇറ്റ് ബട്ട് നൈറ്റ് ഫാൾ എന്ന് വെച്ചാൽ സന്ധ്യസമയം. എന്താണ് സന്ധ്യസമയം? സന്ധ്യയല്ല, രാത്രിയല്ല. ഞാൻ എന്താ പറയുന്നത്, ഡെത്ത് തന്നെയാണ്, മരണം തന്നെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ നൈറ്റ് ഫാൾ എന്ന് പറഞ്ഞാൽ മെറ്റഫറിനെ അവിടെ എന്താണെന്ന് നമ്മൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഈറ്റ്സ് ഡയറക്റ്റ്ലി പറയുകയാണ്, സന്ധ്യയല്ല, രാത്രിയല്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഡെത്തിനെ പറ്റിയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കാതെ, വായനക്കാരൻ ചിന്തിക്കാതെ തന്നെ ഈറ്റ്സ് പറയുകയാണ്. കാരണം കുറേ ഇമേജറി യൂസ് ചെയ്ത് ഈറ്റ്സ് മടുത്തു, വായിച്ച് മനസ്സിലാക്കി നമ്മൾ മടുത്തോണ്ട് ഈറ്റ്സ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ് ഡെത്ത്. ഞാൻ മരണത്തെ പറ്റി പറയുകയാണ്. വാസ് ഇറ്റ് നീഡ്ലെസ് ഡെത്ത് ആഫ്റ്റർ ഓൾ? ഈ മരണം, ഇത്രയും പേര് മരണപ്പെട്ടത് എന്താണ്, ഒട്ടും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഒട്ടും നല്ലതല്ല, ആവശ്യമില്ലാത്തൊരു കാര്യമായിരുന്നു അല്ലേ? ഇത്രയും പേര് മരിച്ചത് ആവശ്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു എന്നാണ് ആര് പറഞ്ഞത്, ഈറ്റ്സ് പറയുന്നത്. കാരണം ഇംഗ്ലണ്ട് പറഞ്ഞത് വേൾഡ് വാർ ഫസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ആർക്ക് ഇൻഡിപെൻഡൻസ് നൽകിക്കൊള്ളാമെന്ന്, അയർലൻഡിന് ഇൻഡിപെൻഡൻസ് നൽകിക്കൊള്ളാമെന്ന് ഇംഗ്ലണ്ട് ഒരു പ്രോമിസ് ചെയ്തിരുന്നു. ഒരു 2 വർഷം കൂടെ വെയിറ്റ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ അത്രയും നാളും കൂടെ വെയിറ്റ് ചെയ്യാൻ ഇവരാരും തയ്യാറായില്ല. ഉടനെ ഈസ്റ്റേൺ അപ്രൈസിംഗ് എന്ന് പറഞ്ഞൊരു പ്രക്ഷോഭം തന്നെ ഉടലെടുത്തു. അങ്ങനെ വലിയ രീതിയിൽ ഒരു പ്രക്ഷോഭം ഉണ്ടായി. ഒരുപാട് പേര്
മരണപ്പെടുകയും ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നാണ് ആര് പറഞ്ഞത്? WB ഈഡ്സ് പറഞ്ഞത്. വേൾഡ് വാർ ഫസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് ഇംഗ്ലണ്ട് പ്രോമിസ് ചെയ്തെയാണ് എന്താ, അയർലൻഡിന് ഫ്രീഡം തന്നുകൊള്ളാമെന്ന്. അവർ കീപ്പ് ചെയ്ത പ്രോമിസ് ഒന്നും മാറ്റിയിട്ടില്ല എന്നാണ് ആര് പറയുന്നത്? WB ഈഡ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വയലൻറ്റ് സ്റ്റഫിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ലായിരുന്നു. ഇത്രയും പേര് മരണപ്പെടേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. നമ്മൾ 2 വർഷം കൂടെ വെയിറ്റ് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ തനിക്ക് പ്രിയപ്പെട്ടവരാരും മരണപ്പെടേണ്ട അവസ്ഥ വരത്തില്ലായിരുന്നു എന്നാണ് WB ഈഡ്സ് പറയുന്നത്. ഓക്കെ, അടുത്ത ലൈൻസ് 70 തൊട്ട് 73 വരെയാണ്. വി നോ ദേ ഡ്രീം ഇനഫ് ടു നോ ദേ ഡ്രീംഡ് ആൻഡ് ആർ ഡെഡ്. വാട്ട് ഇഫ് എക്സസ് ഓഫ് ലവ് ബിവിൽഡേഡ് ദം ടിൽ ദേ ഡൈഡ്. അടുത്ത ലൈൻസിൽ ഈഡ്സ് പറയുന്നത് വി നോ ദെയർ ഡ്രീം ഇനഫ് ടു നോ വാട്ട് ദേ ഡ്രീംഡ് ആർ ഡെഡ്. നമുക്കറിയാം ഈ പ്രൊട്ടസ്റ്റ് ചെയ്ത ഈ വ്യക്തികളുടെ സ്വപ്നം എന്തായിരുന്നെന്ന് നമുക്കറിയാം. എന്തായിരുന്നു? ഐറിഷ് ഫ്രീഡം. അവർക്ക് ആ ഡ്രീം ആഗ്രഹിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? പ്രൊട്ടസ്റ്റിന് ഇറങ്ങി. പക്ഷേ ഇപ്പോൾ അവർക്കത് കാണാൻ പറ്റുമോ? ഇല്ല, അവരെല്ലാം കാണാൻ പറ്റിയിട്ടില്ല. നമുക്ക് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അവരെല്ലാം എന്താണ്? ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഡ്രീം ചെയ്ത് ഇറങ്ങി തിരിച്ചവർ മരണപ്പെട്ടിരിക്കുന്നു. അവരുടെ എക്സസ് ആയ ലവ് അവരെ ബിവിൽഡേഡ് ചെയ്തു, എന്ന് വെച്ചാൽ പരിഭ്രാന്തരാക്കി, കൺഫ്യൂസ് ചെയ്തിരിക്കുന്നു. അവരുടെ ഈ ഐറിഷ് ഫ്രീഡത്തിന് വേണ്ടിയുള്ള എക്സസ് ആയിട്ടുള്ള ലവ് അവരെ എന്ത് ചെയ്തു? മരണത്തിലേക്ക് കൊണ്ട് എത്തിച്ചു എന്നാണ് ഈഡ്സ് പറയുന്നത്. ഇവിടെ ഈഡ്സ് എന്താണ്? ഒരു പെസിമിസ്റ്റിക് അപ്രോച്ച് അല്ല ഉദ്ദേശിക്കുന്നത്, ഒപ്റ്റിമിസ്റ്റിക് തന്നെയാണ്. അവർ പറയുന്നത് എക്സസ് ആയിട്ടുള്ള ലവ് എന്താ പറയുന്നത്? അവരെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു. ആ വ്യക്തികളെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു എന്നാണ് ആര് പറയുന്നത്? ഈഡ്സ് പറയുന്നത്. അവിടെ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഈഡ്സ് പറയുന്നത് പ്രേമത്തിൽ, ഇവിടെ ഐറിഷ് ഫ്രീഡം എന്ന് പറഞ്ഞ പ്രേമത്തിൽ അതിയായ പ്രേമം കൊണ്ട് ഭ്രാന്തായി, അല്ലെങ്കിൽ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തി അവരെന്ത് ചെയ്തിരിക്കുന്നു? അവർ മരണത്തിന് കീഴടങ്ങി. അത്രയും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് ആര് ചോദിക്കുന്നത്? ഈഡ്സ് ചോദിക്കുന്നത്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ഈഡ്സ് പറയുന്നു അത്രയും ആ ഐറിഷ് ഫ്രീഡത്തിനോടുള്ള അതിയായ സ്നേഹവും പ്രേമവും അവരെ ചിലപ്പോൾ കൺഫ്യൂസ് ചെയ്തേ ആയിരിക്കാം. ആ ഫൈറ്റേഴ്സിനെ ബിവിൽഡേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂസിങ് അല്ല, പരിഭ്രാന്തരാക്കുക, അല്ലെങ്കിൽ കുഴപ്പിക്കുക, അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യിപ്പിച്ച് ആയിരിക്കാം എന്നാണ് ആര് പറയുന്നത്? ഈഡ്സ് പറയുന്നത്. 2 രീതിയിലും ഈഡ്സ് അവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഫൂളിഷ് ആയിട്ടുള്ള തിങ്സ് അവർ ചെയ്തു, അത്രയും പ്രേമത്തിൽ ഭ്രാന്ത് മൂത്ത് അവർ ഫൂളിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. രണ്ടാമത്തെ കാര്യം, ചിലപ്പോൾ അവരെ ആ പ്രേമത്തിൽ ആ ഭ്രാന്ത് പൂത്ത് ചിലപ്പോൾ അവർക്ക് കൺഫ്യൂഷനായി കാണും, മരിക്കണോ അല്ലെങ്കിൽ മരണപ്പെടണോ എന്നൊക്കെ പറഞ്ഞ് കൺഫ്യൂഷനായി കാണും എന്നാണ് ആർക്ക് തോന്നിയത്? ഈഡ്സിന് തോന്നിയത്. അപ്പോൾ 2 രീതിയിലും അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. എന്ന് വെച്ചാൽ പ്രേമത്തിൽ അതിയായ പ്രേമം എന്തിനോടുണ്ടായിരുന്നു? ഐറിഷ് ഫ്രീഡത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അതിയായ പ്രേമം ഭ്രാന്ത് മൂത്ത് ആണ് അവരെന്ത് ചെയ്തത്? ഇത്തരത്തിലുള്ള ഡെത്ത് എന്ന് പറഞ്ഞ ഒരു ഫൂളിഷ് തിങ്ങിലേക്ക് എടുത്ത് ചാടിയത്. അങ്ങനെ ചെയ്യേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ എന്ന് ഈഡ്സ് ചോദിക്കുകയാണ്. മരണപ്പെട്ട വ്യക്തികളോട് ചോദിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഈഡ്സ് പറയുന്നത്, ചിലപ്പോൾ ഇവർക്കിത് അറിയായിരിക്കാം, അല്ലേ? ഇവർക്ക് ബോധവാന്മാരായിരിക്കാം, ഇവർ മരണപ്പെടുമെന്ന്. ആ മരണപ്പെട്ട വ്യക്തികൾ മരണപ്പെടുമെന്ന് അവർക്ക് ഉറപ്പായിട്ടും ബോധം കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിൽ ബോധം ഉണ്ടായിട്ടായിരിക്കാം അതിന് ഇറങ്ങി തിരിച്ചത്. അപ്പം 2 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അതാണ് കൺഫ്യൂഷൻ്റെ ഒരു കാര്യം പറയുന്നതും. ആ കൺഫ്യൂഷൻ ചിലപ്പോൾ കൺഫ്യൂഷൻ ഒന്നും ആയി കാണത്തില്ല. അവർ ഉറപ്പിച്ച് തന്നെയായിരിക്കും ഇതിന് താൻ മരണപ്പെട്ടാലും കുഴപ്പമില്ലെന്ന് ഉറപ്പിച്ച് തന്നെയായിരിക്കും അവർ ഇറങ്ങി തിരിച്ചത്. ഓക്കെ, അടുത്ത ലാസ്റ്റ് ലൈൻസ് ആണ്, തീരാൻ പോവുകയാണ്. 74 to 80 ലൈൻസ് 74 to 80. I write it out in a words, MacDonagh and McBride and Connolly and Pierce, now and in time to be, wherever green is born or change utterly, a terrible beauty is born. അടുത്തതിൽ പറയുകയാണ്, ഐ റൈറ്റ് ഇറ്റ് ഔട്ട് ഇൻ വേർഡ്സ്. ഞാൻ അതിനെ ഒരു വേഴ്സിലേക്ക് മാറ്റി, ഒരു പദ്യത്തിലേക്ക് മാറ്റി. ഇവിടെ ഇറ്റെന്ന് പറഞ്ഞ് പരാമർശിക്കുന്നത് ഈ ഈഡ്സിൻ്റെ മനസ്സിനെയാണ്, മനസ്സിലുള്ള തോട്ട് പ്രോസസ്സ്, ചിന്താഗതികളെയാണ് അവിടെ ഇറ്റെന്ന് വെച്ച് പരാമർശിക്കുന്നത്. ഞാൻ അതിനെ പറ്റി, എൻ്റെ ചിന്തകളെ പറ്റി, എൻ്റെ തോട്ട് പ്രോസസ്സിനെ പറ്റി ഞാനിതാ ഒരു പദ്യമാക്കി എഴുതിയിരിക്കുന്നു. ഇത്രയും നമ്മൾ വായിച്ചത് എന്താണ്? ഈ ഈഡ്സിൻ്റെ ഈസ്റ്റേൺ അപ്രൈസിങ്ങിനെ പറ്റിയുള്ള സമീപനം, അല്ലെങ്കിൽ അതിനെ പറ്റിയുള്ള ചിന്താഗതികളാണ്, ആ തോട്ട് പ്രോസസ്സാണ് ആരെഴുതിയത്? നമ്മുടെ ഈഡ്സ് എഴുതിയത്. എന്നിട്ട് ഒരുപാട് പേരെ അവിടെ പറ്റി പരാമർശിക്കുന്നു. മക്ഡൊണാഗ്, മക്ബ്രൈഡ്, നമ്മൾ പറയാം, കോണോളി, പിയേഴ്സ്, നൗ ഇൻ ടൈം ടു ബി,
ടൈം ടു ബി വെറെവർ ഗ്രീൻ ഈസ് ബോൺ ആർ ചേഞ്ച്ഡ് utterly. അപ്പം ഈ വ്യക്തികളെ പറ്റി പറഞ്ഞിട്ട് പറയുകയാണ് ഇൻ ടൈം ടു ബി വെറെവർ ഗ്രീൻ ഈസ് ബോൺ ആർ ചേഞ്ച്ഡ് utterly. അവിടെ ഗ്രീൻ എന്ന് പറഞ്ഞ ഒരു കളറിനെ പറ്റി പരാമർശിക്കുന്നു. അവിടെ ഗ്രീൻ എന്ന് പറഞ്ഞ കളർ എന്ന് വെച്ചാൽ ഈ ഗ്രീൻ പച്ച എന്ന് പറഞ്ഞ കളർ അയർലൻഡിൻ്റെ ഒഫീഷ്യൽ കളറാണ്. എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻസ് അയർലൻഡിൻ്റെ ഒഫീഷ്യൽ കളറാണ് എന്താ പറയുന്നത് ഗ്രീൻ എന്ന്. അപ്പം ഇനിയിപ്പോൾ ഇൻഡിപെൻഡൻസ് ഒക്കെ ആഘോഷിക്കുമ്പോൾ എന്താണ് ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച കളർ കാണുമ്പോൾ നമ്മൾ ആരെയൊക്കെ ആലോചിക്കും? മക്ഡൊണാൾഡിനെ ആലോചിക്കും, മക്ബ്രൈഡിനെ ആലോചിക്കും, കൊണോലെ ആലോചിക്കും, പിയേഴ്സിനെ. നമ്മുടെ നാട്ടിലാകുമ്പം എന്താ നെഹ്റുവിനെ ആലോചിക്കും, അല്ലെങ്കിൽ ഗാന്ധിജിയെ നമ്മൾ ആലോചിക്കും നമ്മുടെ ദേശീയ പതാക കാണുമ്പോൾ. അതുപോലെ തന്നെ അവിടെ ഗ്രീൻ കാണുമ്പോൾ നമ്മൾ ഈ വ്യക്തികളെ പറ്റി ആലോചിക്കും. അവരാണ് ഒരു മാറ്റം കൊണ്ടുവന്നത്. ദേ ചേഞ്ച്ഡ് അയർലൻഡ്. ഇവരൊക്കെയാണ് ഒരു മാറ്റം നമുക്ക് കൊണ്ടുതന്നതെന്ന് ആര് പറയുകയാണ്? WB Yeats പറയുകയാണ്. ഇവിടെ ഗ്രീൻ എന്ന് പറഞ്ഞ കളറിനെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലൈൻ 14 നമ്മൾ നോക്കുകയാണെങ്കിൽ മോട്ട്ലി എന്ന് പറഞ്ഞാൽ പല വർണ്ണങ്ങളായിട്ടുള്ള ഒരു കളറിനെ പറ്റിയും പറയുന്നുണ്ട്. പല വർണ്ണങ്ങൾ ധരിച്ച വ്യക്തികളെ നമ്മളിവിടെ കണ്ടു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരെ ഒരു സില്ലി ആയിട്ടാണ് ആദ്യം കണ്ടത്? ഈഡ്സ് കണ്ടത്. അപ്പോൾ ഇവിടെ ഗ്രീൻ കളർ ധരിക്കുന്നവരെ ഒരു പ്രൗഡായിട്ടുള്ള ഒരു ഈ പോയിട്രിക്ക്, ഈ ഒരു കവിതയ്ക്ക് ഈ കവിതയിലെ ഒരു ഹീറോസ് ആയിട്ടാണ് ആരെ കാണുന്നത്? ഈ ഗ്രീൻ ധരിച്ച വ്യക്തികളെ, ഗ്രീൻ എന്ന് പറഞ്ഞ കളറിനെയും ആര് കാണുന്നത്? WB Yeats കാണുന്നത്. അവർ തന്നെക്കാളും നല്ലൊരു ജീവിതം ആണ് ജീവിച്ച് തീർത്തത് എന്ന്. മരണപ്പെട്ടാലും ഇവരൊക്കെ മേൽപ്പറഞ്ഞ വ്യക്തികളെല്ലാം, ഈ ഫൈറ്റേഴ്സ് എല്ലാം തന്നെക്കാളും നല്ലൊരു ജീവിതമാണ് ജീവിച്ച് തീർത്തത് എന്ന് ആര് പറയുകയാണ്? WB Yeats പറയുകയാണ്. അപ്പോൾ ആദ്യമൊന്നും WB Yeats സമ്മതിച്ചെന്നില്ല. പിന്നെ അവസാനം വന്നപ്പോൾ WB Yeats സമ്മതിച്ചിരുന്നു. ആ ഫൈറ്റേഴ്സ് തന്നെക്കാളും നല്ല ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫാണ് മുന്നോട്ട് കൊണ്ടുപോയത്. ശേഷം ലാസ്റ്റിൽ വീണ്ടും പറയുകയാണ് എ ടെറിബിൾ ബ്യൂട്ടി ഈസ് ബോൺ. കുറേ നേരമായിട്ട് നമ്മളിത് കാണുന്നുണ്ടല്ലേ, ഒരുപാട് നേരമായിട്ട് ഈ ലൈൻസ് ഇങ്ങനെ കാണുന്നുണ്ട്. അവിടെ ബ്യൂട്ടി, ആ ടെറിബിൾ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ മരിച്ചുപോയ വ്യക്തികളെ പറ്റിയാണ്. അതുപോലെ തന്നെ ആ ഈസ്റ്റേൺ അപ്രൈസിങ്ങിൻ്റെ സക്സസിനെ പറ്റിയാണ്. ഇതൊക്കെ തന്നെയാണ് ആര് പറയുന്നത്? ആ ടെറിബിൾ ബ്യൂട്ടി കൊണ്ട് ആര് ഉദ്ദേശിക്കുന്നത്? ഈഡ്സ് ഉദ്ദേശിക്കുന്നത്. ഈഡ്സിന് എന്താ പറയുന്നത്? തൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല ഇതൊരു എന്താ പറയുന്നത് ഗ്ലോറിയസ് ഈവൻ്റ് ആണെന്ന്, അല്ലെങ്കിൽ ബൃഹത്തായ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നതെന്ന് പൂർണ്ണമായിട്ട് പറയാൻ ആരെ കൊണ്ട് പറ്റുന്നില്ല? ഈഡ്സിനെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അത് ആ മനുഷ്യർ, ഈ മരിച്ചുപോയ മനുഷ്യർ എന്താ നല്ലൊരു കാര്യത്തിനാണ് മരിച്ചതെന്ന് പറയാതിരിക്കാനും വയ്യ. അവർ നല്ല കാര്യത്തിനാണ് മരിച്ചതല്ലേ? ഈ ഒരു ഐറിഷ് ഫ്രീഡത്തിന് വേണ്ടിയാണ് അവർ മരിച്ചത്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. ആ നല്ല കാര്യത്തിനാണ് അവർ മരിച്ചതെന്ന് പറയാതിരിക്കാനും വയ്യ. അത് ഒരു ഗ്ലോറിയസ് ഈവൻ്റാണ് പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ അവിടെ യൂസ് ചെയ്തൊരു പ്രയോഗമാണ് ടെറിബിൾ ബ്യൂട്ടി. മോശമായിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടി. മോശമായിട്ടുള്ള ഒരു നല്ല ബ്യൂട്ടി. നല്ലൊരു കാര്യമാണ്, പക്ഷേ മോശമാണ്. എന്ന് വെച്ചാൽ ഒരുപാട് പേര് മരിച്ചു. അത് വേണമെങ്കിൽ നമുക്ക് ടെറിബിളായിട്ട് പറയാം. ഒരുപാട് ആൾക്കാർ ഇതിലിപ്പോൾ എന്താ മരണപ്പെടണമെന്ന് ആഗ്രഹിക്കാതെ ഒരുപാട് വ്യക്തികൾ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതെന്താ, മാത്രമല്ല നമ്മൾ പറഞ്ഞു 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ആര് ഫ്രീഡം കൊടുക്കുമായിരുന്നു? ഇംഗ്ലണ്ടുകാർ ഫ്രീഡം കൊടുക്കുമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ മോശമായിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷേ അത് മോശമായെങ്കിൽ തന്നെയും എന്താണ് ലാസ്റ്റിൽ ഒരു ബ്യൂട്ടിനെസ് തന്നെ ഉണ്ട്. കാരണം ഐറിഷ് ഫ്രീഡം അവിടെ കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ കിട്ടാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള അതിൻ്റെ സമ്മറി നിങ്ങൾക്ക് ഏകദേശം എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ചോദിക്കണോ പറയാനോ വേറെ എന്തെങ്കിലും സെക്ഷനെ പറ്റി ഇടണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് വിദ്യ എഡ്യൂക്കേഷൻ.